പകൽക്കാലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്കിഷ്ടമുള്ളതും എല്ലാം ചോദിക്കാറുണ്ട്. അപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും, അല്ലെങ്കിൽ അതിൽ വലിയ കഷ്ടതകൾ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. എപ്പോഴും നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? നല്ലതിനെ മാത്രം ഇങ്ങോട്ട് സ്വീകരിക്കുക, നല്ലതിനെ മാത്രം വാങ്ങിക്കുക. തിന്മയോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളോ വേദനകളോ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിചാരാറുണ്ട്. അതുപോലെ ഒരു വേദപുസ്തകത്തിൽ ഒരാളെ നമുക്ക് കാണുവാൻ കഴിയും, യോബിനെ കുറിച്ച്. യോബിൻ്റെ കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നിഷ്കളങ്കനും നീതിയുള്ളവനും വിശ്വസ്തനും അതുപോലെ ദോഷം വിട്ട് അകലാത്തവനും ഒരു ദൈവഭക്തനും കൂടിയായിരുന്നു. ഇന്ന് നമ്മളും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഒരു വേദനകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ യോബിന് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടും അവൻ തൻ്റെ ജീവിതത്തിൽ യേശുവിനെ ഏറ്റെടുക്കുകയും യേശുവിനോട് കൂടെ തന്നെ ഇരിക്കുകയും ചെയ്തു. പക്ഷെ തൻ്റെ ഭാര്യ പോലും വിട്ടകന്നിട്ട് നീ ദൈവത്തെ ത്യജിച്ച് നീ ചെന്ന് മരിച്ചു കളയുക എന്ന് പറഞ്ഞിട്ടും അവൻ പറയുന്ന ഒരു വാക്കാണ്, യോബ് പറയുകയാണ് തൻ്റെ ഭാര്യയോട്, നന്മയെ മാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടല്ലോ കൈ നീട്ടി, അപ്പം പിന്നെ തിന്മയെ തരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്ന് യോബ് തൻ്റെ ഭാര്യയോട് പറയുകയാണ്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടതകൾ, വേദന, പ്രയാസങ്ങൾ വന്നാലും ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമുക്ക് കഴിയണം. യോബ് തൻ്റെ ഈ വേദനകൾക്ക് ഇടയിലും കൂടെ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം അവൻ്റെ സ്ഥിതിയെ മാറ്റിമറിച്ചത്. ആദ്യത്തേതിലേക്കാളും അവൻ നല്ല ഇരട്ടിയായ നന്മകളെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുകയുണ്ടായി. അതുപോലെയാണ് നമുക്ക് ചിലപ്പോൾ ഒരു കഷ്ടത വരുന്നുണ്ട് എങ്കിൽ തന്നെയും അത് പിന്നീട് നമുക്കതൊരു അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നമ്മെ നടത്തുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു ശോധന എന്ന് നമുക്ക് കരുതാം. നമ്മൾ പെട്ടെന്ന് ഒരു വേദന വരുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എനിക്കിത് വന്നല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിച്ച്, അതായത് മാൻ നീർത്തോടുകളെ കാംക്ഷിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് കാംക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തോടെ നമുക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.